ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി നല്ല കറുപ്പ് നിറത്തോട് കൂടിയിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് വളരുന്നതിനും സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്രീമി പരുവത്തിലുള്ളതായിരിക്കും, പക്ഷേ ഇത് ക്രീമി പരുവത്തിലുള്ളതല്ല, ഇതൊരു ജ്യൂസി ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ആദ്യമായിട്ട് ഈ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നെല്ലിക്കയാണ്. ഞാൻ നല്ല നാടൻ നെല്ലിക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെല്ലിക്ക വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് രണ്ട് ഐറ്റംസും നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്കയും അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. തൈരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മുടിയിൽ താരൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുടിയിൽ വല്ല തലയോട്ടിയിൽ ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറ്റി നല്ല ക്ലീനാക്കി വെക്കും. അതും അല്ലെങ്കിൽ മുടിയിലൊക്കെ ഇതുപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ തൈര് ഇങ്ങനെയും ഇടയ്ക്കിടയ്ക്ക് മുടിയിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നല്ലോണം തണ്ടെല്ലാം കളഞ്ഞ് അതിൻ്റെ കമ്പുകളെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തൈരും നമ്മൾ അതുപോലെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തൈര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ അരഞ്ഞ് കിട്ടില്ല അത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 2 സ്പൂൺ അതിനാവശ്യമായിട്ടുള്ള തൈര് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പില മിക്സിയുടെ ജാറിലോട്ടിട്ടു, നെല്ലിക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫൈനായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയുടെ ചെറിയ ചെറിയ തണ്ടുകളും ഇലയുടെ ഒരു അംശങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. പക്ഷെ എന്നാലും മാക്സിമം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അരിച്ചെടുത്തിട്ട് മാത്രം ഈ പാക്ക് യൂസ് ചെയ്യുക. കാരണം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് തലയോട്ടിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കഴുകിക്കളയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ മാക്സിമം കുറച്ച് മാത്രമേ തൈര് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ തൈരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലയോട്ടിയിൽ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. ആഴ്ചയിൽ 2 തവണ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെന്താ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസ് വരും, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. നമുക്ക് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.